എന്താണ് കിട്ടിയത് എന്ന് പലപ്പോഴും നിരാശയൊക്കെ വരും മനുഷ്യന്. എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല. അതായിരുന്നു ആ ജീവിതം. ഏറ്റവും കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ജീവിത വിഭവങ്ങളോട് മാത്രമല്ല കേട്ടോ. നമ്മളൊക്കെ ജീവിത വിഭവങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയും. എനിക്കിത്ര പണം മതി, ഇത്ര മതി എന്റെ വാഹനം, ഇത്ര മതി എന്റെ വീട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വൈകാരികതകളോടുകൂടി അങ്ങനെ പറയാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എനിക്കിത്ര സ്നേഹം മതി, ഇത്ര പരിഗണന മതി, ഇത്രയൊക്കെ എന്നെ ആളുകൾ പരിഗണിച്ചാൽ മതി, ഇത്രയൊക്കെ സ്ഥാനം മതി, നമ്മളങ്ങനെ വിചാരിക്കില്ല. വിഭവങ്ങളോട് മതി എന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും വൈകാരികതകളോട് മതി എന്ന് പറയാൻ സാധ്യമാകാതെ പോകാറുണ്ടല്ലോ. റസൂൽ വൈകാരികതകളോടും പറഞ്ഞിരുന്നു മതിയെന്ന്. റസൂലിന് ആവശ്യമുള്ളത് മാത്രമേ റസൂൽ എടുത്തിട്ടുള്ളൂ. ഒരു വയലിൽ നിറയെ കതിർമണികൾ ഉണ്ടല്ലോ, പക്ഷെ പറവകള് അവയ്ക്ക് ഒരേ ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. വയറ് നിറയെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എടുക്കില്ല. അവയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അവർ പോകും. കുലീനമായൊരു ജീവിത രീതിയാണ് അത്. മനുഷ്യനെ അത്രമേൽ റസൂൽ അടുത്തുനിന്ന് കണ്ടിരുന്നേ. മനുഷ്യന്റെ സങ്കടങ്ങളുടെ കൂടെ നിന്നല്ലേ ജീവിതത്തിന്റെ ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതതിന്റെ ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രോഗികളെ പോയി കാണാനൊക്കെ റസൂല് പറയണത്. സങ്കടപ്പെടുന്നവരെ ശ്രദ്ധിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നുമില്ലാത്തവരെ പോയി കാണാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കല്ലേ, താഴെയുള്ളവരിലേക്ക് നോക്ക് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യന്റെ വേദനകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ആർഭാടങ്ങള് ചെറുതായി തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മനുഷ്യന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു റസൂലിന്.